CPIM വിട്ട് BJPയിൽ ചേർന്ന എസ് രാജേന്ദ്രനെതിരെ എം മണി. പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രാജേന്ദ്രനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നും പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് ആരാണെങ്കിലും തല്ലിക്കൊല്ലണമെന്ന് എം മണി. RSSലോ BJPയിലോ ഏത് ആ വാക്ക് പറയാൻ പറ്റില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ചേർന്നാലും CPMന് ഒന്നുമില്ലെന്നും എം മണി പ്രതികരിച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. എം മണി വലിയ രീതിയിൽ പ്രകോപിതനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ന് മൂന്നാറിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിലാണ്, ഇത്തരത്തിൽ CPMന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിലാണ് എസ് രാജേന്ദ്രനെ വകവരുത്തണമെന്ന രീതിയിലുള്ള ഒരു പരാമർശം എം മണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് എല്ലാവിധ ആനുകൂല്യങ്ങളും പാർട്ടിയിൽ നിന്ന് കൈപ്പറ്റിയ ശേഷം പാർട്ടിയെ വഞ്ചിക്കുന്ന നിലപാടാണ് രാജേന്ദ്രൻ സ്വീകരിച്ചത്. രാജേന്ദ്രന്റെ ആ ഒരു നിലപാട് ഒരു രീതിയിലും സഹിച്ച് മുമ്പോട്ട് പോകേണ്ട കാര്യം പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ആംഗ്യ ഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് പ്രസംഗത്തിന് ഒരു ആംഗ്യ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ കാണിക്കുന്ന ആളുകളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ആംഗ്യ ഭാഷയിൽ കാണിച്ച, അല്ലെങ്കിൽ വകവരുത്തണമെന്ന രീതിയിലുള്ള ഒരു ആംഗ്യ ഭാഷ കാണിച്ചുകൊണ്ടാണ് അവിടെ ആ കാര്യം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പ്രധാനമായും ഈ രാജേന്ദ്രൻ പാർട്ടി വിട്ടതിന് പിന്നാലെ CPM വലിയ രീതിയിൽ ജില്ലയിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ രാജേന്ദ്രൻ BJPയിലേക്ക് ചേർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മൾ ഈ എം മണിയുടെയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെയും പ്രതികരണങ്ങൾ തേടിയിരുന്നു. ആ സമയത്ത് എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ടത് ഒരു തരത്തിലും CPMനെ ബാധിക്കില്ല, ശക്തമായി തന്നെ തോട്ടം മേഖലയിൽ സ്വാധീനം ചെലുത്തി മുമ്പോട്ട് പോകാൻ പാർട്ടിക്ക് കഴിയും എന്നുള്ളൊരു നിലപാടാണ് ഈ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യഘട്ടത്തിൽ എം മണിയുടെ ഭാഗത്തുനിന്ന് പോലും ഇത്രത്തോളം പ്രകോപനകരമായ ഒരു ഞാൻ അതിനെ ചോദിച്ചത് സുബിൻ, സ്വാഭാവികമായിട്ട് ഈ കോൺഗ്രസ്സുകാരോടൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഭീഷണി ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. BJPയിലേക്ക് ആണ് രാജേന്ദ്രൻ പോയതെന്ന് മണിക്ക് അറിയായിട്ടൊന്നും അല്ലല്ലോ എം മണിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തൊക്കെ എന്താ പറയുക, വാ തുറന്നാൽ ഇങ്ങനെ മാത്രം സംസാരിക്കുന്ന ഒരാളെ കേരളത്തിൻ്റെ പൊതുസമൂഹം പക്ഷേ ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അതൊരു ശൈലിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എം മണി ഇത്ര കണ്ട് വെപ്രാളപ്പെടുന്നത് എന്തിനാണ്? തീർച്ചയായും ഇത്തരത്തിലൊരു എം മണിക്കും CPMനും വലിയ വെപ്രാളമുണ്ട് എന്നുള്ളതാണ്. അതായത് എസ് രാജേന്ദ്രന്റെ BJPയിലേക്കുള്ള കടന്നുവരവ് വലിയ രീതിയിൽ വെപ്രാളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ദേവികുളത്ത് മേഖലയിൽ ഉൾപ്പെടെ എസ് രാജേന്ദ്രന്റെ തോട്ടം മേഖലയിൽ വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ BJPക്ക് വലിയ രീതിയിൽ അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് CPMന് കൃത്യമായി അറിയാം. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രതികരണം തേടിയപ്പോൾ വളരെ സൗമ്യമായ പ്രതികരണമാണ് എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ പ്രകോപിതനാകുന്ന എം മണിയാണ് കാണുന്നത്. അതായത് പാർട്ടി കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാജേന്ദ്രൻ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത് മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, അതായത് ദേവികുളം മണ്ഡലത്തിലും ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും വലിയ രീതിയിൽ BJPക്ക് മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിക്കും, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കൂടുതൽ പ്രവർത്തകർ BJPയിലേക്ക് ചേരാനുള്ള സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്, പാർട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ ഈ പ്രമുഖ നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വരുന്ന 8-ാം തീയതി ഒരു സമ്മേളനം മൂന്നാറിൽ വെച്ച് നടക്കുന്നുണ്ട്. അവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് CPM വിട്ട് കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് ചേരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ CPMന്റെ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തരത്തിൽ അവർ മൂന്നാറിൽ പ്രകോപനപരമായി സംസാരിക്കുന്നു. രാജേന്ദ്രനെ തീർത്തു കളയണമെന്നുള്ള രീതിയിലുള്ള സംസാരം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാക്കുന്നത് ഈ ദേവികുളം മേഖലയിൽ CPMന്റെ ഒരു അടിത്തറ ഇളകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ എസ് രാജേന്ദ്രന്റെ BJPയിലേക്കുള്ള കടന്നുവരവോടെ ദേവികുളം മേഖലയിൽ CPMന്റെ അടിത്തറ ഇളകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തായാലും എസ് രാജേന്ദ്രന്റെ പ്രതികരണം എത്തേണ്ടതായുണ്ട്. അദ്ദേഹം ഈ ഒരു പ്രതികരണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് CPM നേതൃത്വം എന്തായാലും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എം മണിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു വാമൊഴി പ്രതികരണം എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി എന്നുള്ളൊരു പ്രതികരണമാകും എന്തായാലും CPMന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ എസ് രാജേന്ദ്രന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണമാണ് എന്തായാലും വരേണ്ടത്. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം സുബിൻ. എസ് രാജേന്ദ്രൻ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുന്നത്?